യൂറോപ്പിൽ മാനസികമായി വിവിധങ്ങളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ എല്ലാ കൊല്ലവും തുടർച്ചയായി ഒരു ചടങ്ങ് പോലെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്കാൻഡിനേവിയൻ നാടുകളിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഉണ്ടാകുന്നത്, ഏറ്റവും കൂടുതൽ മദ്യം സേവിക്കേണ്ടി വരുന്നത്. ഡോളർ ഇട്ടിട്ടുണ്ടെങ്കിൽ കുപ്പിയിൽ നിന്ന് കിട്ടും. അതിനു വേണ്ടിയുള്ള ചില പ്രത്യേകമായ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും അവിടെ ഉണ്ട്. കാരണം കുടിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണല്ലോ യൂറോപ്പിലൊക്കെ സഞ്ചരിച്ച് അങ്ങിങ്ങൊക്കെ പോയി വീഡിയോസൊക്കെ എടുത്ത് വരുന്ന നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്കരനെ പോലുള്ളവരൊക്കെ ഇവിടെയും ഈ വേശ്യാലയൊക്കെ സ്ഥാപിക്കുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. അത് വ്യാപകമായി സ്ഥാപിച്ചുകൊണ്ടിരിക്കണം എന്നാണ് യുക്തിവാദികളുടെ ഒരു വലിയ നേതാവായിട്ട് വിരാജിക്കുന്ന ഒരു ചങ്ങാതി ഇടക്കിടക്ക് പറയുന്നത്. അയാൾക്കത് മാത്രമൊന്നുമല്ല അഭിപ്രായം, കഞ്ചാവ് ഹലാലാക്കണം എന്ന് പറയുന്നുണ്ട്. ഇവരെല്ലാവരും കൂടെ സ്ഥാപിച്ചെടുത്ത കുടുംബരഹിതമായ സൊസൈറ്റിയിൽ മനുഷ്യന് പിടിച്ചിക്കണമെങ്കിൽ കഞ്ചാവ് അടിക്കേണ്ടി വരുന്ന അതിൻ്റെ അർത്ഥം. അത് ആരോഗ്യപരമായി ഉപയോഗിക്കാൻ പഠിപ്പിക്കണം എന്നാണ്. എന്ന് വെച്ചാൽ വല്ലാതെ ഉപയോഗിക്കരുത്, കുറേശ്ശെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കിറുക്ക് വന്നിട്ട് അങ്ങനെ ജീവിതത്തിൻ്റെ ലക്ഷ്യബോധത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഇങ്ങനെ ഒരു പാവയായിട്ട് മുന്നോട്ട് പോയാൽ മതി എന്നാണ്. ഇതാരാ നിയന്ത്രിക്കുക എന്നുള്ളതിനെ കുറിച്ച് അവർ വിശദീകരിക്കണം. മൈത്രേയ എന്ന് പറയുന്ന ഒരു അത്യാവശ്യം അല്ലെ കുറെ കാലമായി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളുണ്ട് യുക്തിവാദത്തിന്റെ രംഗത്ത്, മതനിഷേധത്തിന്റെ രംഗത്ത്. ആരോഗ്യപരമായി കഞ്ചാവ് ഉപയോഗിക്കാൻ പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്. എങ്ങനെ ആരോഗ്യപരം? ആ ഒരു സാധ്യത കുറച്ചൊക്കെ ഉപയോഗിക്കാനായിരിക്കും. കുറച്ചുപയോഗിച്ച് കിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എത്ര ഉപയോഗിക്കുക എന്നുള്ളത് ആരാ നിയന്ത്രിക്കുക? ഒരു ചങ്ങാതി കുറച്ച് ഉപയോഗിച്ചു, അവനിങ്ങനെ സംഭവമൊക്കെ ഇങ്ങനെ അടിച്ച് കയറൽ തുടങ്ങി. പിന്നെ അവൻ്റെ ഈ ആവശ്യങ്ങളെ അല്ലെങ്കിൽ എത്ര ഉപയോഗിക്കണം എന്നുള്ളത് പിന്നെ ആരാ കൺട്രോൾ ചെയ്യുക? വേശ്യാലയങ്ങൾ വേണം, അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ വേണ്ടി വരും. കുടുംബം എന്ന് പറയുന്ന മനുഷ്യന് ശാന്തിയും സമാധാനവും ആശ്വാസവും സ്നേഹവും നൽകാനുള്ള ഇടം നമ്മൾ തകർത്ത് മാറ്റി വെക്കുമ്പോൾ ഇത് വേണ്ടി വരും. ആശ്വാസം വേണ്ട മനുഷ്യന്. അപ്പൊ മനുഷ്യൻ ബോധതലത്തിൽ നിന്ന് മാറിയിട്ട് കഞ്ചാവിന്റെ അബോധതലത്തിൽ അങ്ങനെ ജീവിച്ചു പോകണം. അതുകൊണ്ട് ഇത് ഹലാലാക്കണം, ഇത് നിയമപ്രകാരം അനുവദിക്കണം എന്ന് പറയുന്നതായി മൈത്രേയന്റെ ഒക്കെ ആദർശം.